അന്യൻ എന്ന് പറഞ്ഞ സിനിമയില് അമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തില് ലോകത്തില് സത്യമാണെന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞ ഒരു സമയമാണിത്. പറഞ്ഞു വരുന്നത് വേറെ ആരെ കുറിച്ചുമല്ല, ലോകത്തിൽ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് അന്യൻ കളിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. അതായത് രാവിലെ 6:40 അല്ലെ 6:30 യുദ്ധം അവസാനിച്ചു, 10 മിനിറ്റ് കഴിഞ്ഞ് 6:40 ആകുമ്പോൾ ഇറാനുമായി ചർച്ച തുടരും, 6:45 യുദ്ധം തുടരും, 6:50 ഇറാനുമായി യുദ്ധത്തിനില്ല, 7 മണി അത്യാധുനിക കപ്പൽ ഇറാൻ തീരത്തേക്ക്, 7:10 ഇറാന്റെ അറ്റാക്കിൽ ട്രംപിന്റെ കപ്പൽ വൻ തീപിടുത്തം, 7:20 അറ്റകുറ്റപ്പണികൾക്കായി കപ്പൽ സെർബിയയിലേക്ക്, 7:25 F-35 കാണാനില്ല, പിന്നെ 8 മണിയാകുമ്പോൾ പറയും ഞങ്ങൾ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടത്താൻ പോവാണ്. അത് പിന്നെ 9 മണിയാകുമ്പോൾ പറയും ഇറാൻ ഞങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്, ഞങ്ങൾ കൂടുതൽ എന്താ പറയുക സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുക. യുദ്ധം തുടരും, യുദ്ധം അവസാനിച്ചു, യുദ്ധം തുടരും, യുദ്ധം അവസാനിച്ചു, മാസീവ് ആയിട്ടുള്ള അറ്റാക്കിലേക്ക് പോകുന്നു, അറ്റാക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചെങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കണേ. അതായത് യുദ്ധം തുടരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുണ്ട്. എന്നാൽ ഇത് തുടരാൻ പറ്റുമോ? അതൊട്ടില്ല താനും. ഇതാണ് അവസ്ഥ. അമേരിക്കന്ന് തന്നെ വന്നിട്ടുള്ള കുറേ റിപ്പോർട്ടുകളുണ്ട്. ഇവർ എത്രത്തോളം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്, ലോകത്തുനിന്ന് എത്രത്തോളം എതിർപ്പ് ഇവർക്ക് ഈ യുദ്ധത്തിനെതിരെ ഉണ്ട്, ലോകത്തിലുള്ള രാജ്യങ്ങൾ എത്രത്തോളം അമേരിക്കയെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലേ? ഇപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണ്? ഈ എൻറിച്ച്ഡ് യുറേനിയം മാറ്റുക എന്നുള്ളതാണോ? അത് അവരുടെ വൺ ഓഫ് ദ ലക്ഷ്യം, അത്രേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹോർമോസ് തുറക്കുക എന്നുള്ളതാണ്. ഹോർമോസ് ആദ്യം തുറന്നു കടന്നിരുന്ന സ്ഥലമായിരുന്നില്ലേ? ആയിരുന്നു. ആരാ അടച്ചത്? അണ്ണൻ കയറി മേഞ്ഞതുകൊണ്ട് ഇറാൻ പോയി അടച്ചു. എന്നിട്ട് ഇറാൻ തുറന്നു. അപ്പൊ അമേരിക്ക എന്താ ചെയ്തത്? ഇറാനെതിരെ വീണ്ടും ബ്ലോക്കേഡ് കൊണ്ടുവന്നു. അപ്പൊ ഇറാൻ എന്ത് ചെയ്തു? വീണ്ടും അടച്ചു. ഇങ്ങനത്തെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ രാവിലെ എണീറ്റിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ലൊരു ഫ്രഷ് മൂഡിൽ ഓക്കെ ഇനി യുദ്ധമൊന്നുമില്ല, ഇനി എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറയും. കുറച്ച് കഴിഞ്ഞൊരു 4 ന്യൂസൊക്കെ കാണുമ്പോൾ ഇതേ നമ്മൾ പോയി അടിക്കാൻ പോകണം, മറ്റേതാക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സത്യത്തിൽ ഓർമ്മ വരുന്നത് മിഥുനത്തിൽ ആ മറ്റേ തേങ്ങ ഉടക്കണ സീനില്ലേ, മറ്റേ ജഗതി നിന്നിട്ട് നെടുമുടി വേണും കൂടെ ഞാൻ ഇപ്പൊ ഉടയ്ക്കും, ഇപ്പൊ തല പൊട്ടി തെറിക്കും എന്നിട്ടുള്ള സാധനം, അതേ സീന്. അതായത് തേങ്ങ ഉടക്കാൻ നിൽക്കുന്ന നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ട്രംപ്, ഞാനിപ്പോൾ അറ്റാക്ക് ചെയ്യും. അതേപോലെ ബാക്കിൽ നിന്നിട്ട് ജഗതി ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഏത് ഉടക്കി സാബി ഇപ്പൊ ഉടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം, അത് ചെയ്യുന്നത് നെതന്യാഹു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നെതന്യാഹു ഫുൾ റെഡിയാണ്, അതായത് ഫുൾ ഫൈറ്റർ ജെറ്റുകൾ റെഡിയാണ്. അതേപോലെ തന്നെ ഇറാഖിന്റെ മരുഭൂമിയിലും അവിടെ എവിടെയൊക്കെ വല്ല ആരും കാണാണ്ട് കയറിയിട്ട് അവിടെ ബേസ് ഒക്കെ ഉണ്ടാക്കി ഫുൾ സെറ്റ്. ഇനി ട്രംപ് അണ്ണനെ ഒന്ന് അടി തുടങ്ങണ്ടേ? ഇന്ന് ട്രംപ് അടി തുടങ്ങുന്നുണ്ടോ? അതില്ലേ, ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇറാന് മറ്റേ ഇയാള് ചെയ്യുന്ന റോളാണ്, ആര് ഇന്നസെന്റ് ചെയ്ത റോളാണ്, ഇങ്ങനെ പൊട്ടിക്കിടാതെ പറഞ്ഞിട്ടുള്ള റോള്. ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ ഉണ്ടല്ലോ, ആ സിനിമ കറക്റ്റ് അതുപോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താ ഇതിനൊക്കെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഈ അൽ ജസീറയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതായത് ഒരു വാർത്താ സമ്മേളനത്തിൽ. അപ്പൊ അതിൽ ട്രംപ് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. പുള്ളി നല്ല സരസമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതായത് പുള്ളിക്ക് പണ്ട് ഈ മറ്റേ അവതാരകനൊക്കെ ആയിരുന്നല്ലോ, TV പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പുള്ളിയുടെ ഇറ്റ്സ് ലൈക്ക് ആ കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, ഭയങ്കര സരസമായിട്ട് സംസാരിക്കുന്ന വട്ടൻ, ആ സാധനം നമുക്ക് ഇതിനകത്ത് കാണാൻ നല്ല രസമുണ്ട്. Unbelievably weak. I would call it the weakest right now. After reading a piece of garbage they sent us, I didn't even finish reading it. They said I'm not going to waste my time reading it. I would say ഇതിനകത്ത് പറയുന്നത് എന്താ അറിയോ, ഇറാന് മുന്നോട്ട് വെച്ചിട്ടുള്ള 14 നിർദ്ദേശങ്ങളില്ലേ, അതിനെക്കുറിച്ചാണ് ഈ പറയണേ. അവരൊരു പീസ് ഓഫ് ഗാർബേജ് എനിക്ക് അയച്ചു തന്നു, ഞാനത് മൊത്തമായിട്ടൊന്നും വായിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനതൊന്നും വായിച്ചു നോക്കാണ്ട് ഇതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് റിജക്ട്, ഈ കൈൻഡ് ഓഫ് പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇറാൻ പറയുന്നത് തന്നെയാണ് സത്യം. അമേരിക്കക്ക് ഈ വാറിലൂടെ നേടാൻ പറ്റാത്തത് ചർച്ചയിലൂടെ സാങ്ഷൻസിലൂടെ നേടിയെടുക്കുക, അല്ലാതെ ഒരു ചർച്ച ചെയ്ത് രമ്യമായിട്ട് പരിഹരിക്കാം എന്നുള്ളതേ അല്ല ലക്ഷ്യം. അത് അമേരിക്കൻ്റെ വിദൂരമായിട്ടുള്ള സ്വപ്നങ്ങളിൽ പോലും അങ്ങനെ സാധനമില്ല. പകരം മാക്സിമം അറ്റാക്ക്, മാക്സിമം ഡാമേജ്,
ഇവർ പറയുന്നത് ആസച്ച് ഉണ്ട വിഴുങ്ങിയ പോലെ വിഴുങ്ങി വന്നിട്ട് എന്താ പറയുക ഓച്ചാനിച്ച് നിന്ന് ഇവരുടെ കാൽക്കൽ വീണ എല്ലാം എന്താ പറയുക സമർപ്പിച്ചിരിക്കുന്നു സ്വാമി എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോവുക. ഇതാണ് പണി, ഇതാണ് ഇവർക്ക് വേണ്ടത്. ഇറാൻ അതിന് റെഡിയല്ല. ഞങ്ങൾ ചെയ്യൂലെന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. It's one of the weakest right now. It's on life support. They understand these are all medical people. Dr. Oz, life support is not a good thing. Do you agree? Bad prognostic. I would say the ceasefire is on massive life support, where the doctor walks in and says, "Sir, your loved one has approximately a 1% chance of living." പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? അതായത് സീസ് ഫയർ ഇവർക്കൊരു ലൈഫ് സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. അതായത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് പറയുമല്ലോ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചോളൂ, ദൈവത്തിന് ഇനി എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ, ആകെ 1% ചാൻസേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതാണ് ട്രംപ് കൊടുത്തേക്കുന്ന സീസ് ഫയർ എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ സീസ് ഫയറും ഈ വെന്റിലേറ്റർ സിനാരിയും അതേപോലെ തന്നെ ഈ ലൈഫ് സപ്പോർട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആർക്കാന്നറിയോ? അമേരിക്കക്കാണ്. കാരണം അമേരിക്കന് കഴിഞ്ഞ ദിവസം മറ്റേ സെനറ്റർ വന്ന് പറഞ്ഞു എന്ത്, അമേരിക്കയുടെ കയ്യിലുള്ള ആയുധശേഖരം എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണെന്നുള്ളത്. മാത്രമല്ല ഫിലിപ്പൈൻസ്, തായ്വാൻ, ഇങ്ങനെ കുറേ രാജ്യങ്ങളിൽ ഈ പറയുന്ന ചൈനയുടെ അധിനിവേശം, ചൈനയുടെ ഇൻവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ മിലിറ്ററി ബേസുകൾ പല സ്ഥലത്തും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടേക്കൊക്കെ ആയുധങ്ങൾ വേണം. അപ്പൊ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇൻ കേസ് ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയെ തടുക്കാൻ മാത്രമുള്ള ആയുധങ്ങൾ ഇനി അമേരിക്കയുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൈഫ് സപ്പോർട്ട് ഇപ്പൊ ആർക്കാ കിട്ടിയേ? ട്രംപിന്. അല്ലാതെ ആർക്കാ? ഡോക്ടർ വന്ന് 1% ചാൻസ് ഉള്ളൂ എന്ന് പറയുന്നത് ട്രംപിനെ കുറിച്ചോ അമേരിക്കയെ കുറിച്ചോ ആണെന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ പറയുന്ന കുറച്ച് അതിശോക്തി കലർന്നിട്ടാണെന്നുള്ളത് എനിക്കറിയാം. റിയൽ സിനാരിയോയിൽ ഈ പറയുന്ന രീതിയിൽ അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടെ ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇവരുടെ ആർട്ടിലറി അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോക്ക് പൈലുകളുടെ ഒരു ശേഖരമുണ്ട്. അതൊരു ഇച്ചിരി പെർസെൻറ്റേജ് കുറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. അതായത് പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. തായ്വാനൊക്കെ ചൈന പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അമേരിക്ക കിട്ടേണ്ട റോ മെറ്റീരിയൽസും ചിപ്പും പരിപാടികളും ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. എണ്ണ പോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഈ ചെറിയ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത പരിപാടിയാ അല്ലേ? സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള F-35 പോലെയുള്ള വിമാനങ്ങൾ അല്ലേ, പാട്രിയോട്ട് മിസൈൽ, ഇതിനൊക്കെ കോമ്പോണൻസ് വേണ്ടേ? അപ്പോൾ ഇതാണ് അവസ്ഥ. രാവിലെ നീച്ചിട്ട് യുദ്ധം അവസാനിച്ചു, 10 മിനിറ്റ് കഴിഞ്ഞാൽ യുദ്ധം തുടരും, പിന്നെ പറയും ഇവർ നല്ല ആൾക്കാരാണ്, പിന്നെ പറയും ഇവർ മോശം ആൾക്കാരാണ്, പിന്നെ പറയും ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പിന്നെ പറയും ടെഹ്റാനെ ഞങ്ങൾ നരകം കാണിക്കും. ഇങ്ങനെയാണ് അന്യൻ കളിക്കുകയാണ്, അന്യൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്.